ഹലോ ഹലോ ആ ഹലോ ഹലോ വാലിക്കും. അലൈഹിസ്സലാം. പിന്നെ നിങ്ങളോട് ഒന്ന് രണ്ട് ഡൗട്ട് ചോദിക്കാൻ അതിനെ വിളിച്ച. ആരത് വിളിക്കണ? ആരാ സംസാരിക്കണ? ഞാനിത് നിലമ്പൂരിന്നാ വിളിക്കുന്നത്. ആ എന്റെ പേര് വലിയ ഡൗട്ടാ? അത് വലിയ ഡൗട്ടല്ല. ഇവിടെ ഒന്ന് രണ്ടാള് പറഞ്ഞ അപ്പൊ നിങ്ങളുടെ നമ്പർ കിട്ടാൻ വേണ്ടി. അറിയണതൊക്കെയാണെങ്കിൽ പറയാം. നിങ്ങള് ശരിക്കും ഇവിടെ എവിടെയാ? ഇതാണ് അപ്പൊ ഡൗട്ട്. നിങ്ങൾ ഡൗട്ട് ചോദിച്ചോളേ. അല്ല, ആരാ വിളിക്കുന്ന വെച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ മണ്ണാർക്കാട്ടുകാരനാണ്. ലിയാഖത്ത് എന്നാണ് പേര്. ആ ചലോ, ഓക്കെ. ചോദിക്കുന്ന എന്താ നിങ്ങളെ ഡൗട്ട് പറയും. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നത്? ആർക്കാ ഡൗട്ട് ഉള്ളത്? ഓൽക്ക് കൊടുക്കേ. ഡൗട്ട് ഇവിടെ വേറെ ആക്കാണ്. അയാൾക്ക് സംസാരിക്കാനൊരു മടി, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറ, എന്താണ് ചോദിക്കണ്ടേ? എനിക്ക് ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അതായത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അള്ളയും റസൂലും ഇല്ല എന്നുള്ള വാദാണല്ലോ. അത് എന്തുകൊണ്ടാണ് റസൂലും ഇല്ല എന്നുള്ള വാദം? റസൂൽ ഇല്ല എന്നുള്ള വാദം മീൻസ് ഇങ്ങനത്തെ വിശ്വാസം ഒന്നും എനിക്കില്ല എന്നുള്ളതാണ്. അതെ, അള്ളയും റസൂലും ഇല്ല എന്നുള്ള, അതായത് ദൈവം, ദൈവത്തിന്റെ ദൂതനും ഇല്ല. ആ രണ്ട് കാര്യങ്ങള് ശരിയല്ല. അതൊരു കെട്ടുകഥയോ അല്ലെങ്കിൽ നുണയോ ആണ്. അതാണ് എന്റെ ബോധ്യം. അതിന്റെ ബോധ്യമാണല്ലോ ഞാൻ പറയണത്. നിങ്ങളുടെ ബോധ്യമാണ് നിങ്ങൾ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് 100% സ്വീകരിക്കാനുള്ളത്. അങ്ങനെ, അതായത് ബോധ്യം ആയതുകൊണ്ടാണ് നമ്മൾ പറയണത്. നമ്മളൊക്കെ നിങ്ങളെ പോലെ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണല്ലോ. നമ്മൾ ചെറിയ പ്രായം തൊട്ട് ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട് മദ്രസയിൽ പോയി നമ്മളതൊക്കെ പഠിച്ച് അങ്ങനെ തന്നെയല്ലേ വളരുന്നത്. എവിടെ തൊട്ടിട്ടാണ് നിങ്ങൾക്കത് ബോധ്യം അല്ലാതായി മാറിയത്? അത് നമ്മൾ സ്വന്തമായിട്ടാണ് വായിച്ചും പഠിച്ചും ഒക്കെയാണ് മുന്നോട്ട് പോകുമ്പോ നമ്മള് ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോ നമുക്കത് മനസ്സിലാവും. ബുദ്ധി ഉപയോഗിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ. എങ്ങനെ? നമുക്കിതുപോലെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അറിയാനും അറിയിക്കാനും ആണ്, അല്ലാതെ വാദിക്കാനും ജയിക്കാനും അല്ല. ഞാനും അങ്ങനെ ചെയ്യാറില്ല. വാദിക്കാനും ജയിക്കാനും ഞാനും പോയില്ല. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ എവിടെ തൊട്ടിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ? അത് അങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ ദിവസമോ തീയതി ഒന്നും പറയാൻ പറ്റില്ല. ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അതിൽ തന്നെ ഇറങ്ങി പരിശോധിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും അല്ല കിതാബിലുള്ളത്, നമ്മൾ പറഞ്ഞതും വിശ്വസിച്ചതും അല്ല യഥാർത്ഥത്തിലുള്ളത് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ കൂടുതൽ ആഴത്തില് അതിന് സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ചരിത്രം വായിക്കാനും തഫ്സീറുകൾ നോക്കാനും ഹദീസ് വായിക്കാനും ഒക്കെ തുടങ്ങുമ്പോ നമ്മളടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കഥയും അല്ലെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇസ്ലാമും ഗ്രന്ഥത്തിലും ചരിത്രത്തിലുള്ള ഇസ്ലാം രണ്ടാണ്. അങ്ങനെ നിരവധിയായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത്. അതായത് ഉസ്താദ്മാര് പറഞ്ഞു തന്നത് അതേമാതിരിയാണ്ട് വിഴുങ്ങി വെള്ളം കുടിച്ചതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് അയവിറക്കി പരിശോധിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ കുറെ കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് അടിമ വിമോചകനായ മുഹമ്മദ് നബി എന്നല്ലേ? അല്ലെ? യഥാർത്ഥത്തിൽ അടിമ വിമോചകനായിരുന്നില്ല മുഹമ്മദ് നബി എന്നും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ തന്നെ അടിമകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണോ? അത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല, അത് മാത്രം. എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്താ പ്രശ്നം? നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അല്ല, അതൊരു തുടക്കം. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പരിശോധിച്ചാൽ കുറെ കിട്ടും. മൊത്തം അങ്ങനെ തന്നെ പ്രശ്നമാണോ? അതോ ഇതെന്താ എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ആ കാലഘട്ടത്തില് പറഞ്ഞുതരാം. ഇത് ഏത് കാലത്തും കുറെ കാലങ്ങൾക്ക് മുൻപ് നിങ്ങളിപ്പോ കുറെ പറഞ്ഞു ഇസ്ലാമില് നമുക്ക് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് യോജിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇല്ല. നിങ്ങള് അങ്ങനെയൊന്നുമല്ല. അതിപ്പോ എങ്ങനെയുണ്ടാവോ? മനുഷ്യർക്കിടയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു മതസമൂഹം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിലെ മനുഷ്യ സമൂഹത്തിന്റെ ഒരു ആശയമാണ്.
അല്ലെ? ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യരെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഒരു രാഷ്ട്രീയ നിയമ സംവിധാനം പോലെ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ഗോത്രകാലത്തെ നിയമമാണ് ഈ സാധനം. അപ്പൊ അതില് മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ഉപദേശങ്ങളിലും നിർദ്ദേശങ്ങളിലും നിയമങ്ങളിലും ഒക്കെ ചിലത് നല്ലതുണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിന് പ്രത്യേകിച്ച് ദൈവത്തിന്റെ റോളൊന്നും ആവശ്യമില്ല. അതിന് പ്രത്യേകിച്ച് പടച്ച നേരിട്ട് വന്ന് കിതാബ് ഇറക്കി കൊടുക്കൊന്നും വേണ്ട. മനുഷ്യന്മാരുണ്ടാക്കിയാലും ഉണ്ടാവും അതിൽ നിയമങ്ങൾ നല്ലതും ചീത്ത ഉണ്ടാവും എന്ന് പറഞ്ഞാല് ഒരെണ്ണം കേടാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് ദൈവത്തിന്റെ അടുത്ത് നിന്നുള്ളതല്ല. അല്ല, അത് ദൈവത്തിന്റെ അടുത്ത് നിന്നുള്ളതല്ലാന്നല്ലേ? ദൈവത്തിന്റെ അടുത്ത് തെറ്റായ ഒരു സാധനം അതിനകത്ത് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? അത് ഇപ്പോ നമുക്ക് എത്തിച്ചെന്ന ആള് കേടാണെന്നുണ്ടെങ്കിലോ? അത് തെറ്റാണ്. ഇപ്പൊ ജിബ്രീല് കള്ളനാണ് എന്നാണെങ്കിൽ നിങ്ങൾ പറയണ എനിക്കറിയില്ല. ജിബ്രീല് കള്ളത്തരം കാണിച്ചു എന്നാണോ? അതെ, ജിബ്രീലല്ല, നമുക്ക് നേരിട്ട് പോയി ജിബ്രീൽ എത്തിച്ചേരൂലല്ലോ. ജിബ്രീല് എത്തിച്ചെന്ന ആൾ എന്തെങ്കിലും അതില് തിരിമറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെ എത്തിച്ചേരുന്ന ആളാരാ? എത്തിച്ചെന്ന ആളാരാ? നിങ്ങൾക്ക് എത്തിച്ചെന്ന ആളാരാ? ഈ കിതാബൊക്കെ നിങ്ങൾക്ക് എത്തിച്ചെന്ന ആളാരാ? ഖുർആനിൽ പെശക് ഉണ്ടാവുന്നാണോ നിങ്ങൾ പറയണേ? അല്ല, നിങ്ങളിപ്പോ ഇത് അല്ലാന്ന് പഠിച്ചപ്പോ എത്തിച്ചെന്ന ആളാരാ? അല്ലാന്ന് ആരും എത്തിച്ചേരല്ല. നമ്മൾ സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതന്നെ, അത് ആരാണ്? അത് ഈ സ്വന്തമായിട്ട് വായിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതല്ല നിങ്ങൾ വായിച്ചത്? തീർച്ചയായിട്ടും. നിങ്ങൾ എന്തെങ്കിലും ചരിത്രപരമായിട്ട് കാര്യങ്ങൾ എഴുതി വലിയ ബുക്കോ അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അത് നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് നബിക്ക് നുബുവത്ത് കിട്ടിയ പ്രായമായിട്ടുള്ളൂ എനിക്ക്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എത്തിച്ചെന്നാള് ഞാൻ ചോദിക്കുന്നത് നമുക്ക് നമ്മളെ കയ്യിൽ എത്തിയപ്പം അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് തുടക്കം മുതൽ മോശമാണെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഖുർആനിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യരാശിക്കാകെ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതി, നിയമസംഹിത അല്ലെ? അതിനകത്ത് ഒരു പിഴവുണ്ടെങ്കിൽ അത് നമ്മളോട് വിളിച്ചു പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് പിഴവുണ്ടാവില്ല. മനസ്സിലായി? ഏതിലാണ് നിങ്ങൾക്ക് പിഴവ് തോന്നിയെന്ന് ഞാൻ ചോദിക്കുന്നത്. കുറെ ഉണ്ട്. അത് ഒരു ഉദാഹരണമാണ് അടിമത്തം പറഞ്ഞത്. ഒരു ഉദാഹരണമാണ് ഞാൻ ഒരു അടിമത്തം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞത്. അടിമത്തത്തിന് മാത്രമാണോ നിങ്ങൾക്ക് പ്രശ്നം? അല്ല സുഹൃത്തെ, ഒരു ഉദാഹരണമാണ്. അല്ല, ആ അടിമത്തങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരൊറ്റ ഉദാഹരണം തന്നെ നിങ്ങൾ അടിമ തന്നെ പറഞ്ഞു. വേറെ ഒരു ഉദാഹരണം എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഡൗട്ട് കുടുങ്ങിയ ഒരു ഉദാഹരണം, അതല്ല നമ്മൾ ആദ്യം പറയാം. അടിമത്തം നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് ഖുർആനെ വിമർശിക്കുന്ന നിങ്ങൾ സിറിയയില് ഒരു സിറിയക്കാരനാണ്. അയാളിപ്പോ അമേരിക്കൻ സിറ്റിസണും ഇസ്രായേലിന്റെ സിറ്റിസണൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സിറിയക്കാരനാണ് അയാള്. എന്താണ് ഹമദ് ബിൻ ജാർക്കൂസ് അങ്ങനെ എന്തോ ആണ് അയാളുടെ. മുസ്ലിം ആയിരുന്നു, ഇപ്പൊ അയാള് ക്രിസ്ത്യാനായി, പിന്നെ അയാള് ജൂതനായി, ഇപ്പൊ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അയാളെ കുറിച്ച് അറിയോ? ഇല്ല. ഓക്കെ. അപ്പോ ഈ ഒരു അടിമത്തത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്? അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് വാദത്തിൽ ഞാൻ അംഗീകരിച്ചു. പഠിക്കുന്ന ഒരാളാണ്, ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ബോധ്യപ്പെടും എന്നാണ് ബോധ്യപ്പെടുന്നത്. അന്ന് ഞാൻ അതിന് ഒഴിവാകും. അതൊക്കെ നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ, സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞത് അതല്ല, അതോ ഈ ഒരൊറ്റ അല്ല, നിങ്ങൾ നേരത്തെ ഇപ്പൊ മൂന്നാമത്തെ വട്ടാ പറഞ്ഞ അടിമയാണ്. ഈ അടിമയല്ലാതെ വേറെ അടിമ ഞങ്ങളെ അഗ്രി ചെയ്തു. ഓക്കെ, ഞാൻ അഗ്രി ചെയ്തു. അടിമയല്ലാതെ വേറെ എന്ത് വിഷയത്തിലാണ് ഒന്നുകൂടി നമുക്ക് നിങ്ങൾ അഗ്രി ചെയ്യുന്നതിന് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താം? ഇല്ല, അത് അഗ്രി ചെയ്തു. എന്താണ് അഗ്രി ചെയ്തതെന്ന് എനിക്കറിയണ്ടേ? അല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ അഗ്രി ചെയ്തു. എന്ത് നിങ്ങൾ പറയുന്നത് അടിമ ആ സംവിധാനം മോശമാണ്, ആ സംവിധാനം വളരെ പ്രാചീനമായ ഒരു സിസ്റ്റാണെന്ന് ഞാൻ അഗ്രി ചെയ്തു. ഓക്കെ, അങ്ങനെയല്ല. അത് അള്ളാഹു അതിന് അനുവാദം കൊടുക്കുകയും മുഹമ്മദ് നബി അതിന്റെ പ്രയോക്താവുകയും ചെയ്തിരുന്നു. അതല്ലാതെ അത് അഗ്രി ചെയ്തു. അതോടുകൂടി അള്ളാഹും പ്രവാചകത്വം പോയി. അതോടുകൂടി അള്ളാഹുവും പ്രവാചകത്വം ആവിയായി കഴിഞ്ഞു. അല്ല, ആയിക്കോട്ടെ, അതോടുകൂടി ആവിയാകുന്നില്ല. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്. ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാടുണ്ടെന്ന് നമ്മളിപ്പോ ഒരു കലത്തില് അരി വെച്ചു വിചാരിക്കാം. അല്ലല്ല, അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ ഒരു അടിമന്റെ വിഷയമാണെന്ന് പറഞ്ഞു. അതിലൊക്കെ ഞങ്ങളോട് എഗ്രി ചെയ്തു. ഈ ഒരു അടിമന്റെ വിഷയത്തിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം. അല്ല, അടുത്തത് പറഞ്ഞേരി. ഒരെണ്ണം പോരെ തീരുമാനാക്കിട്ട് വരി.
അല്ലല്ല ഇതാണ് അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? നിങ്ങളിപ്പോ അടിമേണ്ടതെന്ന് പറഞ്ഞ ഞാൻ അംഗീകരിച്ചു. നിങ്ങളിപ്പോ പറയണ ഒന്ന് അടിമത്തം പക്ഷെ തെറ്റാണെന്ന് നിങ്ങള് ഒരുപാട് തീരെ പറയാൻ സമ്മതിക്കുന്നില്ല. അല്ലല്ല നിങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഒന്ന് രണ്ടാണെന്ന് ഞാൻ അംഗീകരിച്ചു, അതിൽ മാറ്റല്ല. ഓക്കെ, ഞാൻ നിങ്ങൾ അഗ്രി വിത്ത് യു. അടുത്തത് ഞാൻ പറഞ്ഞത് ഇതല്ലാതെ വേറെ എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഒന്നുള്ളൂ എന്ന് പറയണം. അതായത് നിങ്ങൾ പറയേണ്ടത് ആദ്യം തന്നെ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ അതല്ല പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞുതരാം. ഇസ്ലാം ഒരു സാമൂഹ്യ രാഷ്ട്രീയ നിയമ സംഹിതയാണ് നമ്മൾ പറഞ്ഞല്ലോ. ആ സാമൂഹ്യ രാഷ്ട്രീയ നിയമ സംഹിതയില് മനുഷ്യരുടെ ഭൗതികമായ വ്യവഹാരങ്ങളിൽ മതം വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി പരിഗണിക്കുന്നു. എന്ന് പറഞ്ഞാൽ മതത്തിന്റെ വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഭൗതിക നിയമങ്ങളിൽ കടുത്ത വിവേചനം ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അതായി ചോദിക്കുന്നത്. നിങ്ങൾ അടിമത്തം ഞാൻ ഓക്കെ അംഗീകരിച്ചു. അടുത്തത് നല്ലപതി നമുക്ക് അംഗീകരിച്ച് നിങ്ങൾ പറയുന്നത് അത് ഞാൻ നിങ്ങളോട് ഒരുപാട് ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത ഞാൻ ഒരുപാട് ഇത്രയൊന്നും റിസർച്ച് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. അടുത്തത് നിങ്ങൾ പറഞ്ഞത് ഇതിൽ ബാക്കിയുണ്ട്. അത് എന്താ വിഷയം എന്നാ പറഞ്ഞത്? ഭൗതിക ഒരാള് മതം ഉപേക്ഷിച്ചാൽ അതിനെ കൊല്ലണം എന്നാ പറയണ. എവിടെ പറഞ്ഞ? ഹദീസിലുണ്ട്, ഫിഖിലുണ്ട്, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, മദ്രസയിലാണ് പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഏത് മദ്രസ പഠിപ്പിക്കുന്നത്? സമസ്ത കേരള സുന്നി എന്താണ് സമസ്ത കേരള സുന്നി പഠിപ്പിക്കുന്നത് മതാണെന്ന് ആരാ പറഞ്ഞ? നിങ്ങളെന്താ മതം എന്താന്ന് ഇങ്ങോട്ട് പറഞ്ഞോളി. നിങ്ങളെ മതം ഏതാണ് കൊടുന്നോളി, നിങ്ങളെ ഗ്രന്ഥങ്ങളൊക്കെ കൊടുന്നോളി. സമസ്ത കേരള സുന്നി പഠിപ്പിക്കുന്നതാണ് മതം. പിന്നെ ഏതാ മതം? പിന്നെ ഏതാ മതം ഏതാ? അതല്ലല്ലോ. നിങ്ങൾ അതാണ് നിങ്ങൾ ആകെ കാര്യമായിട്ട് വായിച്ചത് സമസ്ത കേരള. ഞാൻ വായിച്ചത് എന്താന്നല്ല, നിങ്ങൾ കാര്യമല്ലോ. നിങ്ങൾ എന്താ മതം എന്ന് പറയും, നിങ്ങളെ മതം ഏതാന്ന് പറയും. ഞാൻ മതം പറഞ്ഞുതരാ. ഞാൻ മതത്തിലില്ലെന്നെ. ഞാൻ മതം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ആകെ അടിമന്റെ പ്രശ്നം. അടുത്തത് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഇല്ല, നിങ്ങളടുത്ത് പറയാനില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് മനസ്സിലായില്ല, ഇസ്ലാമിന്റെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് പറഞ്ഞു. അതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലില്ലേ അതിൽ പറയുന്നുണ്ട് കൊല്ലണം. ഇസ്ലാം അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഞാൻ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാത്ത കാര്യമാണ് നിങ്ങൾ എന്നോട് ഒന്നുകൂടി ചോദിക്കണം. നിങ്ങൾ തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ആവർത്തിക്കാം, സെന്റൻസ് ആവർത്തിക്കാം കേട്ടോ. മനുഷ്യരുമായി ബന്ധപ്പെട്ട സാമൂഹ്യ നിയമങ്ങളുടെ സംഹിതയാണ് എന്ന് അവകാശപ്പെടുന്ന ഖുർആനിൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ നിയമങ്ങളുടെ കാര്യത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമുണ്ട്. വിവേചനം ഇല്ലാന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ സമസ്തയിൽ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. സമസ്തയിലാണോ ഞാൻ പറഞ്ഞേ? നിങ്ങൾ എവിടെ പഠിപ്പിക്കണെന്ന് ചോദിച്ചു. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞാൽ എവിടെ പഠിപ്പിക്കണെന്ന് ചോദിച്ചു. സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെന്നേ പറഞ്ഞു. അതാ പറഞ്ഞത്. അപ്പൊ അത് ഇസ്ലാം അല്ലാതെ നിങ്ങളെ വാദം. നോക്കൂ അങ്ങനെ പോയാലെങ്ങനെ മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് അത് ഖുർആൻ, അത് ഇസ്ലാം അല്ല എന്നാണ്. അപ്പൊ എന്താണ് ഇസ്ലാം നിങ്ങൾ പറയൂ. എന്താണ് ഇസ്ലാം എന്ന് പറയൂ. അതല്ല ഇസ്ലാം. എന്താണ് ഇസ്ലാം എന്ന് പറയൂ. അതല്ല ഇസ്ലാം എന്താണ് പറയുന്നത്? ഏത് ഇപ്പൊ ഈ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരാളെ കൊല്ലാൻ ഇസ്ലാം പറയുന്നില്ല. അദ്ദീനു യുസ്റ എന്നാ പറഞ്ഞത്. എന്താണ് ഇസ്ലാം? നിങ്ങൾ പറയുന്ന ഇസ്ലാം എവിടെ നിന്ന് കിട്ടും അത് പറയും. എന്തൊക്കെയാണ്? ഞാൻ തരാം. നിങ്ങളാരാ? ഞാന് ഇതുപോലെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ. നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോ നിങ്ങളാരാ അങ്ങനെ എനിക്കും ചോദിക്കാം. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയല്ലേ. ഞാൻ എന്റെ ഇസ്ലാമല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ. ഞാൻ ഖുർആനും തഫ്സീറും ഹദീസും അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന മതസംഘടനകളും. അതാര് വിവർത്തനം ചെയ്തത് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സ്വന്തമായിട്ടല്ലല്ലോ ഇത് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു അല്ലേ? അല്ല, ഞാൻ ഇപ്പൊ നിങ്ങളോട് അറബിയിൽ സംസാരിച്ച നിങ്ങൾ അതുപോലെ തിരിച്ച് അറബിയിൽ എന്നോട് മറുപടി പറയാൻ കഴിയും? ഇല്ല, പറയില്ല. അറിയില്ല. നിങ്ങൾ ആരെങ്കിലും അറബി തർജ്ജമ ചെയ്ത് നോക്കിയിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ വേറെ എന്താണ് ഒരു വഴുക്കൽ ഇങ്ങനെ വടികുത്തി പോവല്ലേ? അല്ല ശരി. ഇപ്പൊ നിങ്ങൾ സമസ്തനെ അംഗീകരിക്കൂല എന്നാണ് നിങ്ങളെ വാദം അല്ലെ? നിങ്ങളെ മതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള വഴികളുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യ്. നിങ്ങൾ ഇങ്ങനെ എന്താണ് നിങ്ങളുടെ മാനദണ്ഡം? ഇസ്ലാം എന്താണ്? നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ആരംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്?
നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഇസ്ലാമില് ചില സംഗതികളൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ആര്? നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ സമസ്തയിലെ എല്ലാ ഇസ്ലാമിലെ എല്ലാ സംഗതി നമ്മൾ അംഗീകരിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല, ഇസ്ലാമിൽ നോർമലി എല്ലാ മതത്തിലെ പോലെ ചില സംഗതി അംഗീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞു എന്താണ് നിങ്ങൾ പറയണത്? ഇതൊക്കെ നാട്ടുകാർ കേൾക്കുന്ന ആളെ ആ ഒരു ചിന്തയിൽ വേണം സംസാരിക്കാൻ, മുന്നോട്ട് പോകാൻ. നാട്ടുകാർ കേട്ടോട്ടെ. നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞതിനെ നിങ്ങൾക്ക് വക്രീകരിക്കും. ഹലോ, നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ? നാട്ടുകാർ ഇത് കേട്ടോട്ടെ, ഞാനിത് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങളൊരു കാര്യം പറയുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു വരുമ്പോ ആ നിങ്ങൾ ചോദിച്ച എന്ത് പറയണേ? നിങ്ങൾ ആദ്യം സഹിഷ്ണുത കാണിക്കണം. ആരാണ് സഹിഷ്ണുത കാണിക്കാത്തത്? ചോദിച്ചത് നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞ സംഗതിയിൽ ഞാൻ നിങ്ങളോട് ഒറ്റ ചോദിച്ചു, ഇസ്ലാം പറഞ്ഞ സംഗതി എല്ലാം തള്ളല്ലതാണോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു അല്ല, ഇസ്ലാമിൽ എല്ലാ മതത്തിൽ പെട്ടവര് ചില സംഗതികളൊക്കെ ഉൾക്കൊള്ളാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഉൾക്കൊള്ളാം എന്നാണോ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇസ്ലാമിൽ ഒന്നും നല്ലതില്ലേന്ന് ചോദിച്ചു. ഇല്ലേ, എല്ലാം മോശമാണോ? അതിലൊന്നും നല്ലതായിട്ട് ഒന്നും ഉണ്ടാവില്ലേന്ന് ചോദിച്ചു. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരുടെ ഇടയിൽ നിന്നുണ്ടായി ബഹളം ഉണ്ടാക്കല്ലേ? മനുഷ്യരുടെ ഇടയിൽ നിന്ന് മനുഷ്യരുണ്ടാക്കിയെടുത്ത സാമൂഹ്യ നിയമങ്ങളിൽ എല്ലാം തള്ളേണ്ടതോ എല്ലാം കൊള്ളേണ്ടതോ ആയിട്ടുണ്ടാവില്ല. അതിൽ നല്ലത് ചീത്തയും ഉണ്ടാവും. അത്രേ ഉള്ളൂ. സമസ്തയിൽ എല്ലാം തള്ളേണ്ടതില്ല, ഓരോ കുറെ തള്ളേണ്ടതുണ്ട് കൊള്ളേണ്ടതുണ്ട്. ആയിക്കോട്ടെ. അതുകൊണ്ട് വിഷയത്തിലേക്ക് വരുന്നത് സമസ്തയാണോ ഇസ്ലാം? സമസ്തയാണ് ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞു. തീരുമാനിക്കണേ ഞാനാണ്. ഞാൻ പറഞ്ഞത് സമസ്തയാണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞോ? സമസ്തയാണ് ഇസ്ലാം, എന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന സമസ്തയാണ് നിങ്ങളോട് പറഞ്ഞു. നിങ്ങളിപ്പോ തെളിവ് തന്നത് എനിക്ക് എന്താ ഞാൻ തെളിവ് തന്നത്? ഫിക്കിയിൽ ഇങ്ങനെ ആണോ? എന്ത് ചോദിച്ചപ്പോഴാ തെളിവ് തന്നത്? മതം ഒഴിവാക്കി എന്ത് ചോദിച്ചപ്പോഴാ തെളിവ് തന്നത്? നിങ്ങൾ എന്ത് ചോദിച്ചപ്പോഴാണ്? എന്ത് ചോദിച്ചതിനുള്ള മറുപടി ആയിരുന്നത് തന്നത്? ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എന്ത് ചോദിച്ചതിനാണ് ഞാൻ സമസ്തയുടെ പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ല, ഇതല്ലാതെ അതായത് ഈ അള്ളാഹു നിങ്ങൾ പറഞ്ഞ അടിമത്തം അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് പിന്നെ വേറെ രണ്ടാമത്തെ ഒരു റീസൺ പറയുന്നു പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ സമസ്തന്റെ ബുക്കിൽ അല്ല, നോണ പറയരുത്. ഇത് കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നാട്ടിൽ കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, വേറെ ഉള്ളതിനെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് 2 തവണ ആവർത്തിച്ചു. അതായത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമങ്ങൾ, മനുഷ്യനെ ബാധിക്കുന്ന ഭൗതിക നിയമങ്ങളിൽ, മതം പഠിപ്പിക്കുന്ന നിയമങ്ങളിൽ മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. ഒരു മിനിറ്റ് പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനായാലും എങ്ങനെ? നിങ്ങൾ പറഞ്ഞ പ്ലാനിങ് നടക്കില്ലേ? നിങ്ങൾ ഉദ്ദേശം ഇവിടെ നടക്കൂലേ? നമ്മൾ സാധാരണക്കാരല്ലേ? കേൾക്ക്. റാഡിക്കൽ ആയിട്ട് ഒരു മാറ്റം അതാണ് ഞാൻ നിങ്ങളോട് ഇതിന് മുൻപ് പറഞ്ഞത്. പറയണ്ടല്ലോ, അവിടെ വെയിറ്റ് ചെയ്യേ പറഞ്ഞ പോരെ. 5 ആയാൽ 10 അങ്ങനെ നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നതുപോലെ തന്നെ. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നല്ലേ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ ഞാനാ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? ഞാൻ 2 തവണ ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? അത് മറുപടി അറിയും. എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായത്. നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞ സമസ്തന്റെ അവിടെ എത്തിയിട്ടില്ല സുഹൃത്തെ. സമസ്തന്റെ അവിടെ എത്തിയിട്ടില്ല. അവിടെ എത്തിയിട്ടില്ല. പറയട്ടെ. നിങ്ങൾ അവിടെ കിടന്ന് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. അതിനൊരു ഉദാഹരണം പറഞ്ഞു. അല്ല, നിങ്ങൾ സമസ്തന്റെ വാക്ക് തീരെ ഒന്നുകിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവണം. വെറുതെ ബഹളം വെക്കാനേ നമുക്ക് സമയമില്ല. വാക്ക് ഉച്ചരിച്ചിട്ടേ ഇല്ല. എങ്ങനെ എന്ന് പറഞ്ഞൊരു വാക്ക് ഉച്ചരിച്ചിട്ടേ നിങ്ങൾ ഉച്ചരിച്ചാൽ മതിയോ? ഉച്ചരിച്ചാൽ മതിയോ? ഉച്ചരിച്ചാ അപ്പൊ സമസ്തയെ കുറിച്ച് നിങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടെന്നല്ല അതിന്റെ അർത്ഥം? ആണോ? അതാണോ അതിന്റെ അർത്ഥം? പിന്നെന്താണ് നിങ്ങളാ പറഞ്ഞത്? എന്തൊരു നിലവാരമാണെന്ന് ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു സമസ്തയാണോ പറഞ്ഞത്? അതാ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് അങ്ങനെ പറയും. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയേ. അപ്പൊ ബാക്കി മനസ്സിലാവണ പോലെ പറഞ്ഞുതരാം. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയണം. ഞാൻ നിങ്ങളോട് ആദ്യം ഈ കാര്യം പറയുകയും നിങ്ങൾക്കത് വിശദീകരിച്ചു തരികയും ചെയ്തപ്പോൾ നിക്ക് അവിടെ മിണ്ടാതിരിക്കും. നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ വിളിച്ചാണെങ്കിൽ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞു. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചതാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. എനിക്ക് അറിയാനായിരുന്നു. എങ്ങനെ അത് എഗ്രി ചെയ്തു. കാരണം ഇങ്ങനത്തെ നിങ്ങളെ പോലല്ലേ ഇതുപോലല്ല എല്ലാ ആളുകളും ആദ്യം വരിക അവിടെ നിങ്ങൾക്ക് അടിമത്തല്ലേ? എന്താ അടിമത്തത്തിന് പ്രശ്നം?
എന്താ സംസാരിക്കത്ര ബേജാറ്? എന്താ സംസാരിക്കാൻ ബേജാറ്? അത് മതി സുഹൃത്തെ. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ സാധാരണക്കാരന് മനസ്സിലാവാൻ. അല്ലല്ല, അതാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ അംഗീകരിച്ചു. അത് നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ചു, നിങ്ങൾ ഇസ്ലാമിനെ നിഷേധിച്ചു, നിങ്ങൾ മുർത്തത്തായി, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അത് ഞാൻ അംഗീകരിച്ചത് എന്തിനാണെന്നറിയോ? എനിക്കറിയാം ഞാൻ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ ഏത് രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയാം. എനിക്ക് നിങ്ങൾ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ അത് അംഗീകരിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങളെ പോലത്തെ കുറച്ച് ആളുകൾക്ക് ആകെയുള്ള ധാരണ എന്താണെന്നറിയോ? അടിമത്താണ് പറഞ്ഞത്. മനുഷ്യന്റെ വിശ്വാസ സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നില്ല. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്ന മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന സാമൂഹ്യ നിയമമുണ്ട്. മനുഷ്യന്റെ എല്ലാ പിന്നെ വിശ്വാസ സ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതിനൊക്കെ അതിർവരം എന്നാ പറയും. സുനൻ നസായി ഒരു ഹദീസ് വായിച്ചുതരാം. അർത്ഥം പറഞ്ഞു. മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹ്. എന്താ അർത്ഥം? എങ്ങനെ? മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹ്. അത് കഴിച്ചാൽ മാദാ ഹുവ സബബുൻ നുസുൽ? മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹ്. انا اقول لك يا اخي ماذا هو سبب النزول؟ سبب النزول حديثنا سبب النزول. هذا هو سبب النزول. كلمني يا اخي. അപ്പൊ ഹദീസിന് സബബ് നുസൂൽ വേണം. من بدله خلاص. ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ മതം മാറിയാൽ അവനെ കൊന്നുകളയണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതന്നെ. എവിടുന്ന്? അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പറയുന്നുണ്ട് വൈലുൽ മുസല്ലീൻ. അപ്പുറപ്പുറം വായിക്കും സുഹൃത്തെ. ഇതിനപ്പുറം ഇല്ല സുഹൃത്തെ. ഹദീസ് എടുത്ത് വായിച്ചോളേ. ഹദീസ് എടുത്ത് വായിക്കേ. സുനൻ നസായി 4062 എടുത്ത് വായിക്കും. ആര് റിപ്പോർട്ട് ചെയ്തു? സുനൻ നസായി 4062 മൊത്തത്തിലാണ് വായിച്ചൂടി. അല്ലല്ല, ഇത് ഹദീസ് എവിടുന്ന് റിപ്പോർട്ട് ചെയ്തു? ആര് റിപ്പോർട്ട് ചെയ്തു? നിങ്ങൾ അതിന്റെ സനത് പറഞ്ഞേരി. നിങ്ങളത് വായിക്ക് സുഹൃത്തെ. നിങ്ങൾ വായിച്ചു പറഞ്ഞു. ഞാൻ വായിച്ചതാണ്. ഇതെല്ലാം വായിച്ചിട്ടാണ് ഞാൻ ഇതിലെത്തിയത്. എന്നാ വായിച്ച് പറഞ്ഞു. എന്നാ പറയും. മതം വിട്ടവനെ കൊല്ലണം എന്നൊരു മത നിയമം ഉണ്ടോ? മൻ ബദ്ദല എന്ന് പറഞ്ഞാ ആരെങ്കിലും ഒരാൾ മതം മാറിയാൽ അവനെ കൊല്ലണം എന്നുണ്ടോ? മൻ ബദ്ദല എന്ന് പറഞ്ഞാ അത് ആദ്യം അറബി പഠിക്കും സുഹൃത്തെ. മൻ ബദ്ദല എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ഇതിന് മൻ ബദ്ദല മലയാളം ആരോ ഇതിന് നേർക്ക് നേരെ എഴുതിയ അർത്ഥം നിങ്ങൾ ഇപ്പൊ വായിക്കും. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞാൽ മതി ആ കളിയൊക്കെ കേട്ടോ. ഓക്കെ, മനസ്സിലായി. മലയാളം മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം അറിയില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ വാദിക്കാൻ ശ്രമിക്കുന്നത്. ആരാണ്? അല്ലല്ല, ഇപ്പൊ മനസ്സിലായോ? നിങ്ങളെ പോലെയുള്ള മസ്തിഷ്കം ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. മനസ്സിലായോ? അസഹിഷ്ണുത. ഇപ്പൊ ആരാ അസഹിഷ്ണുത കാണിക്കുന്നത്? വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞു. ഞാൻ നിങ്ങളെ വീട്ടിൽ പോയി പറയൂ. ഒറ്റയ്ക്കിരുന്ന് പറയൂ. ഒറ്റയ്ക്കിരുന്ന് പറയൂ സുഹൃത്തെ. ഇപ്പൊ മനസ്സിലായില്ലേ ഇസ്ലാമിന്റെ വ്യത്യാസം? ഇസ്ലാമിന്റെ വ്യത്യാസം മനസ്സിലായി. ഒരാൾ മതം മാറിയാൽ അവനെ കൊല്ലണമെന്ന് ഉത്തരവിട്ട മുഹമ്മദും ആളുകളെ തീയിട്ട് കൊന്ന മുഹമ്മദിന്റെ മരുമകനായ അലിയും കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഒരാളുടെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ലേ, നിങ്ങളുടെ കയ്യിലില്ല ഈ ഒരു സംഭവം ഭയങ്കര സംഭവമാണ്, ലോകത്തിന് നന്മയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ വീടോ കുടുംബോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ആരപ്പോ ഇത് പറഞ്ഞത്? ഞാൻ എന്താ വീട് നിങ്ങൾക്ക് ബോധ്യാൽ നിങ്ങളുടെ സംഭവം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം കനുണ്ടെന്ന് അതിന്റെ സംഭവത്തിന് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ? അല്ല, എനിക്ക് സമാധാനത്തിന് ഒരു കുറവില്ല. ഞാൻ മൂപ്പത്തിരക്ക് ഇങ്ങനെ ഏത് മൂപ്പത്തിയർക്ക് നിങ്ങൾക്ക് ഇസ്ലാമിനെ തൊട്ട് ഉപ്പ് നോക്കാനുള്ള ധൈര്യമില്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇസ്ലാമിനെ തൊട്ട് ഉപ്പ് നോക്കാനുള്ള ധൈര്യമില്ല. അടിമത്തം അംഗീകരിച്ചു കൊടുക്കുകയും അടിമ സ്ത്രീകൾ ഉണ്ടായി കൈവശം വെക്കുകയും അടിമ സ്ത്രീകളെ സമ്മാനം വാങ്ങുകയും ചെയ്ത പ്രവാചകന്റെ അനുയായി ഇവിടെ വന്നിട്ട് വയലു പറയാണ്. എന്നിട്ട് ഇത് റേഡിയോനായിട്ട് കാര്യമല്ല. ആരാ റേഡിയോ ആവുന്നത്? ആരാ റേഡിയോ ആവുന്നത്? നിങ്ങൾ പറഞ്ഞ ആരാ റേഡിയോ ആവുന്നത്? ആരാ റേഡിയോ ആവുന്നത്? ആരാ റേഡിയോ ആയത്? ഞാൻ പറഞ്ഞൊരു സെന്റൻസ് മനസ്സിലാകാൻ പറ്റാത്ത നിങ്ങളോട് വെറുതെ സംസാരിച്ച് ഞാൻ എന്റെ സമയം കളയുന്നത് എന്തിനാ? അല്ലല്ല, നിങ്ങൾ സമയം കളയണ്ടേ? നിങ്ങൾ ഇതിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റ ആളുകളല്ലേ. ഇങ്ങനെ ഒരു സംരംഭത്തിനും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിനും വേണ്ടി ഉയർത്തിരുന്ന നാടിന്. അല്ലല്ല, നിങ്ങൾ നന്മയല്ല ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു സംഘടന നന്മ ആഗ്രഹിക്കുന്നില്ല മനുഷ്യന്റെ. തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏത് സംഘടന? ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സംഘടന, നിങ്ങളെ സംഘടനയിൽ ചേരണം. നിങ്ങൾ പറയുന്ന നന്മ, നിങ്ങൾ പറയുന്ന ഒരു മിനിറ്റ് തൊള്ള പൂട്ടാൻ ധൈര്യമുണ്ടോ? ഒരു മിനിറ്റ് തൊള്ള പൂട്ടാൻ ധൈര്യമുണ്ടോ? സുഹൃത്തെ, തൊള്ള പൂട്ടാൻ ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചത്. ഒരു മിനിറ്റ് തൊള്ള പൂട്ടാൻ ധൈര്യം ഉണ്ടോന്നാ ചോദിച്ചത് സുഹൃത്തെ.
നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ആർജവുണ്ടോ? ചൂസ് ചെയ്തത് ഞാൻ ഇസ്ലാമില് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായോ? ആരെ റേഡിയോ ആവുന്നത്? എന്റെ വാക്കുകളെ ഭയപ്പെടുന്നു നിങ്ങൾ ആരുടെയോ മുമ്പിൽ ഒരു പെർഫോമൻസ് നടത്തുകയാണ്. നിങ്ങളുടെ മതം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മാനവിക വിരുദ്ധമായ നിയമങ്ങളുടെ ഒരു ഗോത്ര സംഹിതയാണ്. ആളെ കൊല്ലുന്ന മതം, വിശ്വാസം നിഷേധിക്കുന്നവനെ കൊല്ലുന്ന മതം, സ്ത്രീകളോട് വിവേചനം കാണിക്കുന്ന മതം, ബലാത്സംഗം അനുവദിച്ച മതം, അടിമഭോഗം അനുവദിച്ച മതം, ആളെ കൊന്ന മതം. എന്ത് മുഹമ്മദ്, എന്ത് മതം? നിങ്ങനെ വയറു പറയാൻ ആർക്കും പറ്റും. എന്റെ സംസാരം, എന്റെ വാക്കുകൾ നിങ്ങൾ ഭയപ്പെടുന്നു. അതിന്റെ പേരിൽ നിങ്ങൾ അവിടെ നിന്ന് ആരുടെ മുമ്പിൽ പെർഫോമൻസ് നടത്തുകയാണ്. മനസ്സിലായോ? പിന്നെ അള്ളാഹുവിന്റെ നിയമം എത്ര നല്ലതാണെന്ന് അറിയാൻ ഒരു വറ്റെടുത്ത് പരിശോധിച്ചാൽ മതി. അതിലേറ്റവും മികച്ചതാണ് അടിമത്തം. അത് പറയുന്നതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ മതം. മനസ്സിലായോ? നിങ്ങൾ തൃപ്തനല്ലെന്നും നിങ്ങളുടെ കയ്യിൽ എന്തോ സംഭവം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത്. പറയാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. പറയാൻ നിങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾക്ക് അതിന് ധൈര്യമില്ല. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമല്ല സുഹൃത്തെ. നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യവുമില്ല. സംശയമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ എന്തോ പെർഫോമൻസ് നടത്തുകയാണ്. മനസ്സിലായോ? അയാളോട് മാന്യമായിട്ട് മറുപടി പറയാം. അല്ല, ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളാണ്. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതിന് ധൈര്യം ഉണ്ടെങ്കിൽ പറയും. സംസാരം, എന്റെ വാക്കുകൾക്ക് ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഏകപക്ഷീയമായിട്ട് അവിടെ നിന്ന് റേഡിയോ തുറന്ന ആരുടെ മുമ്പിൽ പെർഫോമൻസ് നടത്തുക. ഉളുപ്പുണ്ട ചങ്ങായി, ഉളുപ്പുണ്ട ചങ്ങായി. ഒരു ഫോൺ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ഒരു ഫോൺ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കാനോ നിങ്ങൾ ആരുടെ മുമ്പിലാണോ ഈ പെർഫോമൻസ് നടത്തുന്നത് അവരെ കേൾപ്പിക്കാനോ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ സംസ്കാരം എനിക്ക് മനസ്സിലായി. ഈ നിലവാരം ഇവിടെ അതിന് സമയമില്ലാന്ന് പറഞ്ഞ സുഹൃത്തെ. അത് നിങ്ങൾ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്തോ? നിലവാരം എനിക്ക് അത് മനസ്സിലായി. നിങ്ങൾക്കുള്ള നിലവാരം എന്റെ കയ്യിലുണ്ട്. ഓരോ ആളുകൾക്ക് അർഹിക്കുന്ന നിലവാരവും മരുന്നും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നിങ്ങൾ അതേ അർഹിക്കുന്നുള്ളൂ. എന്റെ ഫോണിൽ വിളിച്ച് എന്നോട് സംശയം ചോദിക്കുകയും എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതിന് ശേഷം എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ അവിടെ നിന്ന് ആരുടെയോ മുമ്പിൽ പെർഫോമൻസ് നടത്തി വിജയിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊരു മണ്ടനാണ്. നിങ്ങളൊരു ഭീരുവാണ്. നിങ്ങളൊരു പരമഭീരുവാണ്. നിങ്ങൾ ഏതോ ഒരു സ്ത്രീയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്തിട്ട് എന്നെ തോൽപ്പിച്ചു എന്ന് വീരസ്യം പറയാനുള്ള ശ്രമത്തിലാണ്. മനസ്സിലായോ? ആരെ റേഡിയോ ആയത് എന്ന് ഈ ഓഡിയോയുടെ തൊട്ട് മുൻപ് കേട്ടത് മനസ്സിലാവും. ഇനി ഞാൻ കോൾ കട്ട് ചെയ്തതിനു ശേഷം നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. അതിന് നിങ്ങൾ സമ്മതിക്കുമോ? അതിന് നിങ്ങൾ തയ്യാറല്ല. അതിന് സമ്മതിക്കൂല. ഇത്ര നേരം സംസാരിച്ചില്ല നിങ്ങൾ. ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചത് നിങ്ങളോട് സംസാരിക്കാൻ, അപ്പോഴും നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ഭയപ്പെടുന്നു. എന്ത് സമയം? നിങ്ങൾ സമയം വെച്ച് സംസാരിക്കാൻ സംവാദത്തിന് സംസാരിക്കും. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാം. ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കും. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാം. ഒരു മിനിറ്റ് സംസാരിക്കൂല. ഞാൻ 50 ഒരു മിനിറ്റ് സംസാരിക്കും. ഒരു മിനിറ്റ് സംസാരിച്ചു. അതന്നെ എനിക്ക് അതന്നെ ധാരാളമാണ്. ഞാൻ 50 സെക്കൻഡ് എനിക്ക് അതിന്റെ ഇടയിൽ ഒരു ബഹളം വെക്കൂല. ഞാൻ ചോദിക്കില്ല. ഞാൻ പറഞ്ഞ ഈ സംഗതിക്ക് മറുപടി പറയണമെങ്കിൽ ഞാൻ ഇതിന് തയ്യാറാണ്. ഞാൻ തുടങ്ങും. ഞാൻ തുടങ്ങും. നിങ്ങൾ 60 സെക്കൻഡ് മനസ്സിലായോ? നീ എന്നോട് എന്തോ സംശയം ചോദിക്കാൻ വിളിച്ചല്ലേ? അല്ലേ? ഞാൻ സംശയം ചോദിച്ചാൽ സംശയത്തിന് നിങ്ങൾ നിവാരണം അല്ലാതെ നീ സംസാരിക്കേ. നിങ്ങളിപ്പോ ഓക്കെ, ഞാൻ എന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യും. 8 മിനിറ്റ് ഞാൻ സമയം നോക്കട്ടെ കേട്ടോ. 10:31. നിങ്ങൾ പറഞ്ഞപ്പം ഇത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കാരണപ്പോൾ തന്നെ ഈ ഒരു സംസ്കാരത്തിലേക്കാണ് നിങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നത്. ഇസ്ലാം മോശമാണ്, മറ്റേതാണ്, മറിച്ചതാണ്, അങ്ങോട്ടാണ്, ആർക്കും പറ്റാത്തതാണ്, ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളോട് മാന്യമായിട്ട് സംസാരിച്ച് എന്നെ നിങ്ങൾ പറഞ്ഞത് അതെന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് നിങ്ങളെ വീട്ടിൽ പോയി പറയാനോ നിങ്ങൾ അനാവശ്യത്തിനൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് മാന്യമായിട്ടല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഒരൊറ്റ വാക്കുണ്ടല്ലോ, അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അത് മതി. നിങ്ങളുടെ സംസ്കാരം എത്രത്തോളം ഉഷാറാണെന്നും എത്രത്തോളം നിങ്ങൾ ഈ ആളുകളെ മുഴുവൻ ഇസ്ലാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മറ്റുള്ള ഈ പറഞ്ഞ പോലുള്ള ആളുകളെ കൃത്രിമമായി ഉണ്ടാക്കിയ ഈ സംസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ മനസ്സിലാക്കാൻ അത് മതി. അത് ധാരാളം മതി. ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി പറഞ്ഞോ. നിങ്ങളൊരു മിനിറ്റ് കഴിഞ്ഞു. ഇനി കേട്ടോ, ഈ വിഷയം ഞാൻ ഒരു മോശം വാക്കും ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. അതിന് ഇടയിൽ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണ്.
ഓക്കെ, നിങ്ങളുടെ ശബ്ദം അവിടുന്ന് കേൾക്കരുത്. അതാണ് അതിന്റെ മാന്യത. ഓക്കെ, ഇവിടെ വീട്ടിൽ പോയി സംസാരിച്ചോ എന്ന് പറയല്ല ചെയ്തത്. വീട്ടിൽ പോയി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചോ, നിങ്ങൾ വീട്ടിൽ സംസാരിച്ചോ എന്നാണ്. അതായത് നിങ്ങൾ എന്നോട് കാര്യം സംസാരിക്കാൻ വിളിക്കുകയും മറ്റൊരാളുടെ സംശയം എന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താൻ എന്തോ പറയാൻ ശ്രമിക്കുകയും ചെയ്ത നിങ്ങൾ അത് അവരുടെ മുമ്പിൽ വെച്ച് എന്നോട് എന്തോ ഷൗട്ട് ചെയ്ത് സംസാരിച്ചാൽ ഞാൻ തോറ്റുപോയി എന്ന് അവർക്ക് ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കപട നാടകം ആടുകയായിരുന്നു ഇത്ര നേരം. അതുകൊണ്ട് എന്നെ സംസാരിക്കാൻ ഒട്ടും അനുവദിക്കാതിരുന്ന സമയത്താണ് ഇങ്ങനെ സംസാരിക്കാനാണ് നിങ്ങൾ വീട്ടിൽ സംസാരിച്ചോ എന്ന് പറഞ്ഞത്. ഓക്കെ, അത് വെച്ചിട്ട് അതാണ് നിങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചതെന്ന് പറയരുത്. പിന്നെ മുഹമ്മദിന്റെ മുമ്പിൽ വെച്ച് ആ മറ്റൊരു മനുഷ്യന്റെ അവരുടെ ദൈവത്തിന്റെ ക്രിസരി ഉറിഞ്ചിക്കോ എന്ന് പറഞ്ഞ അബൂബക്കറിന്റെ അനുയായിയാണ് നിങ്ങൾ, ആ മുഹമ്മദിന്റെ അനുയായിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം ഇതാണ് നിങ്ങൾ പഠിപ്പിച്ചതെന്നൊന്നും നിങ്ങൾ പറയണ്ട. ഇനി അടുത്ത നിങ്ങൾ പറഞ്ഞോളൂ. 1 മിനിറ്റ്, ഞാൻ 58 സെക്കൻഡ് എടുത്തോളൂ. നിങ്ങൾ 58 അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ 1 മിനിറ്റ് ധൈര്യമായിട്ട് എടുത്തോളൂ. ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇപ്പൊ അതിനെ വളച്ചൊടിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോയി സംസാരിക്കുന്നത് ഈ വീട്ടിലല്ല മറ്റോടത്താണ്, അതൊന്നല്ല. നിങ്ങൾ അത് പറഞ്ഞത് ശരിയായില്ല. ബാക്കിയൊക്കെ ഞാൻ നിങ്ങളോട് അഗ്രി ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഇതിൽ നീതി കാണിച്ചു 1 മിനിറ്റ് പറഞ്ഞത്, അതൊക്കെ ഓക്കെ. നിങ്ങൾ നീതിപൂർവ്വം ആര് സംസാരിച്ചാലേ ഇതിപ്പോ നിങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞത് മോശം തന്നെയാണ്. അതിലൊരു ഞാൻ നിങ്ങളോട് വീട്ടിൽ പോയി പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും പറഞ്ഞില്ല. കാരണം എന്റെ സംസ്കാരം അതിന് നിങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങളോട് സംസാരിക്കാൻ അത് പറയാനില്ല അനുവാദം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ് മറ്റേ പിന്നെ മുജാഹിദിൽ അങ്ങനെ ഉണ്ട്, ഇല്ലെങ്കിൽ മുജാഹിദ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. മീൻസ് നിങ്ങൾ ആകെ ഉദ്ധരിച്ച് പറഞ്ഞത് പിന്നെ ഈ സമസ്തയിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു, ഫിഖ്ഹിലോ അങ്ങനെ എന്തോ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞു. അതൊക്കെ ആധാരം, അത് മാത്രമാണ് ആധാരം എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. മതത്തിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സമയം തരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം തരാം. ആരോ എന്തോ എഴുതി വെച്ചതാണ് നിങ്ങൾ കിട്ടിയത്, അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് എഴുതിയതോ ഒന്നും കാര്യമൊന്നുമല്ലല്ലോ. നിങ്ങൾ അറബി പഠിച്ച് ഡയറക്റ്റ് എഴുതിയതല്ല. ആരോ ഒരാൾ അറബി എവിടുന്ന് എഴുതി അതിന് അർത്ഥം വെച്ചത്, ഓക്കെ, അർത്ഥം വെച്ചത് എഴുതി. സമയം കഴിഞ്ഞു, അധികം പോയി. ഓക്കെ, നിങ്ങൾ പറഞ്ഞു. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വിഷയം സംസാരിക്കണം എന്ന് പറഞ്ഞാണ് വിളിച്ചത്. എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു, ഇസ്ലാം എന്തുകൊണ്ട് തെറ്റാണ് നിങ്ങൾക്ക് തോന്നി എന്ന ഒരു സഹോദരിയുടെ മറുപടി ചോദ്യം, സംശയം എന്നോട് ചോദിക്കായിരുന്നു നിങ്ങളുടെ വിളിയുടെ ഉദ്ദേശം. വളരെ കൃത്യമായിട്ട് അടിമത്തം എന്നത് സംശയം ജനിപ്പിക്കാൻ തക്കതായ ഒരു കാര്യമാണ് എന്നും അതിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതിന്റെ തുടർ പഠനങ്ങളിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമായ ഒരു മതമല്ല, ഇത് ആ കാലഘട്ടത്തിൽ ഒരു ഗോത്ര നേതാവിന്റെ ഇംഗിതത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായി വന്ന കേവല ഗോത്ര നിയമമാണ്. അതിന് ദൈവത്തിന്റെ പേര് ചേർത്തു കളവ് പറഞ്ഞ നുണയാണ് ഇസ്ലാം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അടിമത്തം പറയണ്ട എന്ന് പറഞ്ഞാൽ അടിമത്തം പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഇസ്ലാമിലെ നിയമം ഒരെണ്ണം തെറ്റാണ് നിങ്ങൾ സമ്മതിച്ചു. അടിമത്തത്തിൽ കാര്യത്തിൽ നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചു. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, ഇടയിൽ കയറരുത്, സമയമായിട്ടില്ല. 55 അത് നിങ്ങൾ എന്തിനാ ഇടയിൽ കയറി പറയുന്നത്? 15 സെക്കൻഡ് അഡീഷണൽ എടുക്കും. കാരണം എന്താ, അത് നിങ്ങൾ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട. അടിമത്തം വിഷയം നിങ്ങൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ല. ആ കാരണം കൊണ്ട് തന്നെ ഇടയിൽ കയറേണ്ടത്, ഇടയിൽ കയറി നിങ്ങൾ നിരന്തരം ഡിസ്റ്റർബ് ചെയ്യാണ്. നോ നോ, അത് പറയാൻ പറ്റില്ല. ഞാൻ 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടയിൽ കയറാൻ പാടില്ല. ഇല്ല, 1 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടില്ല. 1 മിനിറ്റ് അല്ല, 53 സെക്കൻഡ് ആയപ്പോ 43 സെക്കൻഡ് ആയപ്പോ നിങ്ങൾ ഇടപെട്ടു. ഞാൻ ഇവിടെ ടൈമർ വെച്ചിട്ട് ടൈമർ വെച്ചിട്ടല്ല, അങ്ങനെയല്ല, ടൈമർ വെച്ചിട്ടാ ഞാൻ ഇവിടെ കൗണ്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് സംസാരിക്കും നിങ്ങളോട്. മനസ്സിലായോ? അതല്ല നിങ്ങൾ മിനിറ്റ് മനസ്സിലായോ? അപ്പൊ അടിമത്തം എന്ന് പറയുന്ന വിഷയം നമ്മളെ ഇസ്ലാമിലാണ് വിട്ടുവീഴ്ച നൽകും, ഒരുപാട് വിട്ടുവീഴ്ച നൽകും. അത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തോ? എന്നെ സംബന്ധിച്ച് നിങ്ങളെ ഉടായ്പൊന്നും നടക്കൂല, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, അല്ല സ്റ്റാർട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ റീസെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ, എനിക്ക് നഷ്ടപ്പെട്ട 20 സെക്കൻഡ് മതി, അത് കൂടുതൽ ഔദാര്യൊന്നും വേണ്ട. അപ്പൊ അടിമത്തം, ഇസ്ലാം എന്ന് പറയുന്ന മതം കേവലമായ ഗോത്ര നിയമമാണെന്നും ദൈവത്തിന്റെ മതനിയമമല്ല എന്നും മനസ്സിലാക്കാൻ അടിമത്തം എന്ന ഒറ്റ വിഷയം സാധാരണക്കാരന് ധാരാളമാണ് എന്ന ഉറപ്പിലാണ് ആ വിഷയം കൂടുതലായിട്ട് ഊന്നി പറയുന്നതും എനിക്ക് സംശയം ജനിച്ച ആദ്യത്തെ വിഷയം. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് എടുക്കുന്നില്ല. അത് ഞാൻ അംഗീകരിച്ചു. അടിമത്തം തെറ്റാണെന്നും അത് ഇസ്ലാം അനുവദിച്ചു എന്നും മുഹമ്മദ് നബി ചെയ്തു എന്ന് അംഗീകരിക്കുന്നതോടുകൂടി നിങ്ങൾ ഇസ്ലാം ദൈവികമല്ല എന്നാണ് അംഗീകരിച്ചത്. പിന്നെ കൂടുതൽ തെളിവ് വേണം എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അതിനു വേണ്ടിയാണ് മറ്റു കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്. ഞാൻ നിർത്തുന്നു, അതിന് അടുത്തിൽ പറയാം. റീസെറ്റ് ചെയ്യാണ്, സ്റ്റോപ്പ് വാച്ച് ആണ്, അടുത്തിലാണ് ഇടപെടും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാ. ഞാൻ അടിമത്തം അംഗീകരിക്കാത്തതോ അടിമത്തം ഇസ്ലാമിൽ എങ്ങനെയാണോ എന്താണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാനത് സ്കിപ്പ് ചെയ്തത് എന്താണെന്നറിയോ? വേറൊന്നും നിങ്ങൾക്ക് നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല. ആകെ പറയാനുള്ളത് ഈ മുഹമ്മദ് നബി അത്ര അടിമനെ വെച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ആള് അടിമക്കച്ചവടം നടത്തി എന്നുള്ള ആ ഒരൊറ്റ വർത്താനത്തിലും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഇതിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവോ കാര്യമൊന്നുമില്ല. ഓക്കെ,
എന്നിട്ട് ബാക്കിയുള്ള മറ്റുള്ള പാവപ്പെട്ട മനുഷ്യന്മാർ ഇതുപോലത്തെ ഇപ്പൊ ഒരുത്താണ് എൻ്റെ അടുത്ത് ഫോൺ വന്നത്, ഇതുപോലത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക യൂട്യൂബിലും മറ്റോടത്തും മറിച്ചോടത്തും ഇട്ടിട്ട്. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഏതോ ആരോ എന്തോ എഴുതി വെച്ചത് എടുത്തിട്ട് ഇസ്ലാം അതാണ്, ഇസ്ലാം ഇതാണ്, ഇസ്ലാം മറ്റേതാണെന്നല്ല. നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് ഒരു വട്ടെങ്കിലും ഖുർആൻ കൃത്യമായിട്ട് നിങ്ങൾ അർത്ഥസഹിതം ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ നിങ്ങൾ മലയാളം എടുക്കണ്ട, ഇംഗ്ലീഷ് കിട്ടും, ഇംഗ്ലീഷ് കിട്ടും, അല്ലെങ്കിൽ പല ഭാഷയിലും ഖുർആൻ നിങ്ങൾക്ക് ഏതാ ഭാഷ അറിയാം, നിങ്ങൾ മലയാളം എടുക്കണ്ട. മലയാളത്തിലാകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, അവര് തെറ്റിദ്ധരിക്കപ്പെട്ടു, ഇത് എഴുതി മറ്റേത് മറിച്ചിട്ടോ. ഓക്കെ അല്ല, ഞാൻ 15 മിനിറ്റ് നിങ്ങൾ എടുത്ത മാതിരി എടുക്കും. 15 സെക്കൻഡ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ സുഹൃത്തേത്. അടുത്തിൽ പറഞ്ഞോ, ഇവിടെ ഒരു വിട്ടുവീഴ്ചയില്ല, ടൈമിന്റെ കാര്യത്തിൽ കണിശമാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയ നിയമമാണ്. ഓക്കെ, നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഞാനല്ല, നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയ നിയമം. ശരി, നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കത്തന്നെ. ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യും. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അടിമത്ത വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യമില്ല, അടിമത്ത വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, അടിമത്ത വിഷയം ഏതൊരു സാധാരണ മനുഷ്യനും അടിമത്തം അനുവദിച്ച ദൈവത്തെയും മുഹമ്മദ് നബിക്ക് സ്വന്തമായി അടിമകൾ ഉണ്ടായിരുന്നു എന്നും തൗഹീദിന് പകരമായിട്ട്, തൗഹീദിലേക്ക് ക്ഷണിച്ചതിന് പകരമായി ഒരു ധനാഢ്യൻ അല്ലെങ്കിൽ ഒരു രാജാവ് കൊടുത്തയച്ച അടിമ സ്ത്രീയെ ഉപയോഗിച്ച ആളാണ് മുഹമ്മദ് നബി എന്നും സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് അറിയില്ല, അവരൊരിക്കലും കേട്ടിട്ടുപോലും ആ കഥയില്ല. എന്ന് മാത്രമല്ല, അടിമത്തം മാത്രമാണ് നമ്മളെ വിഷയം എന്നും അത് നിങ്ങൾ ഒരു സങ്കല്പം പറയുകയും അടിമത്തല്ലാത്ത വേറൊന്നും ചർച്ച ചെയ്യാനില്ല എന്ന് നിങ്ങൾ മേനി നടിക്കുകയും എന്നിട്ട് നിങ്ങൾ എന്നോട് പോയി വായിച്ചു പഠിക്കൂ എന്ന് പറയുകയും ചെയ്യാണ്. അടിമത്തമല്ലാത്ത നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്നത് കേവലമായ ഗോത്ര നിയമമാണ് എന്നതിലെ ഏറ്റവും വലിയ തെളിവാണ് അത് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നത്. സ്ത്രീകളോടുള്ള വിവേചനം, മനുഷ്യത്വ വിരുദ്ധത, മതത്തിന്റെ പേരിലുള്ള വേർതിരിവ് ഇഷ്ടം പോലെയുണ്ട്. അത് ഒന്നിൽ തുടങ്ങുന്നതല്ല, അത് കേവലമായ മരണഭയത്തിൽ ഉണ്ടാക്കിയെടുത്ത, വാളിന്റെയും ഭയത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത ഗോത്ര നിയമമാണ്. അത് പറഞ്ഞോളി. കഴിഞ്ഞോ? ഇത് നിങ്ങളിങ്ങനെ പ്രസംഗിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രസംഗം എനിക്കും പ്രസംഗിച്ച് പോവാ. ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഖുർആൻ നിങ്ങൾ ഒരു വട്ടെങ്കിലും കൃത്യമായിട്ട് മലയാളം ഒഴിവാക്കിയിട്ട് വേറെ ഇംഗ്ലീഷ് പറഞ്ഞ ഭാഷ കിട്ടും, അതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അടിമത്തം ഇസ്ലാമിൽ സംസാരിക്കുന്നതും ഇസ്ലാമിലുള്ള അടിമത്തവും നിങ്ങൾ പറഞ്ഞതുപോലെ ഇങ്ങനെ വക്രീകരിച്ചിട്ട് ആകെ തനിക്കാക്കി വടക്കാക്കുന്ന രീതിയിലല്ല ഇസ്ലാം ഈ ലോകത്ത് സമർപ്പിച്ചിട്ടുള്ളത്, ഈ ലോകത്ത് നിലനിൽക്കുന്നതും. ഇന്നും ഇസ്ലാമാണ് ലോകത്ത്. ഓരോ ദിവസവും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് ഇതിന്റെ നന്മ മാത്രമാണ്. ഓക്കെ, നിങ്ങൾ 1-2 ആളുകൾ ഇതിനെ കുറിച്ചിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇത് പടച്ചോന്റെ നൂറാണ്, പ്രകാശമാണ്. ഇതിങ്ങനെ എത്ര ആൾ ഇതിനെ അണക്കാൻ ശ്രമിച്ചാൽ ഇതിങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കും സുഹൃത്തെ. ഓക്കെ, ഇതിങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമുക്ക് ഈ നിയമം വെറുതെ ഒഴിവാക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഇത് വെറുതെ ഇങ്ങനെ നിങ്ങളൊന്ന് പറയാം, ഞാനൊന്ന് പറയാം. ഞാൻ പറയുന്നതിനല്ല നിങ്ങൾ മറുപടി പറയുന്നത്, നിങ്ങൾ പറയുന്നതിനല്ല ഞാൻ പറയുന്നത് എന്താണോ അതിനൊന്നല്ല. നിങ്ങളുടെ പിന്നെ ഇസ്ലാമിൽ നിങ്ങൾ മനസ്സിലാക്കിയ എന്താ സംഗതി എന്നുള്ളത് എടോ, നിങ്ങൾ അതെന്നറിയോ ഇതെന്താ സംഗതി എന്നറിയോ, നിങ്ങളിപ്പോ ഞാൻ പറയുന്നതിനല്ല മറുപടി പറയുന്നത്, നിങ്ങൾ വായിച്ചു തന്നെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കിയതല്ല ഞാൻ പറയുന്നില്ലല്ലോ നിങ്ങൾ മറുപടി പറയുന്നത്. ഞാൻ പിന്നെ ബഹളം ഉണ്ടാക്കാതോ, ഞാൻ സംസാരിക്കാൻ നിങ്ങൾ 1 മിനിറ്റ് അല്ല, നിങ്ങൾ 4 മിനിറ്റ്. ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നതിനല്ലല്ലോ നിങ്ങൾ മറുപടി പറയുന്നത്. അതിനാണ് മറുപടി പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതിനല്ല നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഇത് അടുത്ത കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ നിയമം സമയം വെച്ച് സംസാരിക്കണമെന്ന നിങ്ങളുടെ നിയമത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ അവസാനിപ്പിക്കും. നിങ്ങൾ ബഹളം വെച്ചാൽ അവിടെ അവസാനിപ്പിക്കാം, വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ ബഹളം വെച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചോളൂ, ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ ഇത്ര പറയുന്നു, എന്റെ 1 മിനിറ്റ് സംസാരിക്കുന്ന സമയമാണ്, ഒരു രക്ഷയില്ല. സംസാരിക്കാൻ അനുവദിക്കാനുള്ള ധൈര്യം മാത്രം തുടർന്നാൽ മതി. നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് പഠിച്ചിട്ട് വിമർശിക്കുന്ന സുഹൃത്തെ, ഇസ്ലാം ലോകത്താകെ ഇസ്ലാമിലേക്ക് വരുന്ന ക്ലീശയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ബഹളം വെച്ച് തുടങ്ങി. ഇതാണ് ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? തൊണ്ട നനയാതെ നിങ്ങൾ പഠിച്ചതല്ലാതെ നിങ്ങൾ വേറൊന്നും പറയുന്നില്ലല്ലോ.
നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്. തൊണ്ട നനയാതെ എന്തോ പഠിച്ച് ആരോ എവിടെയോ എന്തോ എഴുതി വെച്ച് അത് വെച്ചിട്ടാണ് ഇസ്ലാമിൽ നിങ്ങള് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. സംസാരിക്കുന്നതിന് മറുപടി പറ. ഞാൻ സംസാരിക്കുന്നതിന് മറുപടി പറ. അല്ലെങ്കിൽ ഞാൻ ഇടപെടൂലേ? ഞാൻ സംസാരിക്കുന്ന അതല്ല നിങ്ങളെ മതം പഠിപ്പിച്ച ഞാൻ അതല്ല ഇത്തിഫാക്ക് ചെയ്തത്. നേരത്തെ നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങള് ആരാണ് തൂറി തോൽപ്പിച്ചത്? ഞാൻ പറഞ്ഞു സമയം വെച്ചത് എന്തിനാണ്? ഞാൻ പറയുന്നതിന് മറുപടി പറയാനല്ലേ സമയം വെച്ചത് അല്ലേ? ഞാൻ പറയുന്നതിന് മറുപടി പറയാനല്ല സമയം വെച്ചത്. ഞാൻ പറയുന്നതിന് മറുപടി പറയാനല്ല നിങ്ങൾ സമയം വെച്ചത്. ഞാൻ പറയുന്നതിന് മറുപടി പറയാനല്ല സമയം വെച്ചത്. നിങ്ങൾ അതിനല്ലല്ലോ. നിങ്ങൾ അരി എത്ര വെച്ചുമ്പോ പയറഞ്ഞായിന്ന് പറഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിന് കൃത്യമായിട്ട് മറുപടി പറ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഖുർആൻ നിങ്ങൾ ഒരു വട്ടമെങ്കിലും കൃത്യമായിട്ട് ഇസ്ലാമിന്റെ നിങ്ങൾ ഓതിയിട്ടുണ്ടോ? നിങ്ങൾ ഓതിയിട്ടുണ്ടോ? നിങ്ങൾ ഓതിയിട്ടുണ്ടോ? അല്ല അതാ ചോദിക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിച്ചോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ പാരാഗ്രാഫ് വായിച്ചുകൊണ്ട് അങ്ങനെ പോകാന്നല്ലാതെ നിങ്ങൾ പാരാഗ്രാഫ് വായിച്ചുകൊണ്ട് പോയിരിക്കാന്നല്ലാതെ ഇപ്പൊ എന്തായി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭയങ്കര ആണോ ഒന്ന് പോയിടാ എടാ പോടാന്നൊക്കെ ആയി. അല്ലാതെ പിന്നെ എന്താ നിന്നെ പോലുള്ള ഒരാളോട് എന്താ ചെയ്യണ്ടേ? നീ പറഞ്ഞ നിയമം ഇവിടെ അനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ കിടന്ന് എന്താ സംസ്കാരം എന്താണെന്ന് നന്നായി സംസ്കാരം കേൾക്കുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് ഇതേ അറിയിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ അതാണ് അർഹിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അതാ പഠിച്ചിട്ടുള്ളൂ. ഒരാളോട് എങ്ങനെ എഴുന്നേറ്റ് പോടാ ചങ്ങായി ഒന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചതിനല്ല. ഞാൻ ഇത്തിഫാക്ക് ആക്കിയത് എന്താ നിങ്ങൾ ഒരു മിനിറ്റ് സംസാരിച്ചതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നിങ്ങളോട് എന്തുകൊണ്ടാ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നതിന് മറുപടി പറയാം. ഞാൻ പറയുന്നതിന് മറുപടി പറയാനല്ല പറഞ്ഞത്. നിങ്ങൾ വേറെ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളോട് ഓടി പറഞ്ഞതാ പറയുന്നത്. എന്നിട്ട് ഒരു ഏതോ അജീസ് കൊണ്ടുവന്നിട്ട് പറയാണ് ഇതിൽ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വേറെ ആരും ജീവിക്കുന്നില്ല നമ്മളെ നാട്ടില്. നിങ്ങളുടെ അയൽവക്കത്ത് മുസ്ലിങ്ങളല്ലാതെ വേറെ ആരുമില്ല. എല്ലാരും കൊന്ന് ഇസ്ലാം അങ്ങോട്ട് മൊത്തത്തിൽ ഇവിടെ യുദ്ധക്കളാക്കി വെച്ചേക്ക. നിങ്ങൾ ആരെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഉസ്താദുമാരാണോ നീ തീരുമാനിക്കുന്നത്? നിങ്ങൾ മതം പഠിച്ചിട്ടില്ല. നിങ്ങൾ ഞാൻ ഇടപെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഇടപെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ വെച്ച് ഒറ്റക്ക് സംസാരിക്കാൻ ഇവിടെ സമയമില്ല. നിങ്ങളത് നാളെ നാട്ടുകാർ കേൾക്കാൻ പോവാ. നിങ്ങൾ എന്തിനായി പേടിക്കുന്നത്? ലിയാഖത്ത് അലി ഇത് മണ്ണാർക്കാട്ടുകാരനല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ പേടിക്കുന്നത്? ഇതൊക്കെ റെക്കോർഡാണ്. ഇതൊക്കെ നാളെ നിങ്ങൾ ദുരന്തമാണ് സുഹൃത്തെ. നിങ്ങളൊരു മഹാദുരന്തമാണ്. നിങ്ങൾ വേറെ ആരുടെയോ ഫോണിൽ നിന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റി ഞാൻ എന്റെ ഇയർഫോണിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ്. നിങ്ങൾ സംസാരിക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുന്നില്ല. എന്നിട്ട് എന്റെ ഫോൺ ഒരു മിനിറ്റ് സംസാരിച്ച് ഒരു മിനിറ്റ് വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ഒരു മിനിറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഒരു മിനിറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്റെ ഒരു മിനിറ്റ് അനുവദിക്കാതിരിക്കുക എന്ന അനീതിയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ വൃത്തികെട്ട മനുഷ്യൻ, വൃത്തികെട്ട സംസ്കാരമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചത്. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ വൃത്തികെട്ട സംസ്കാരം, മതസംസ്കാരമാണ് പ്രകടിപ്പിച്ചത്. ഇതിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ മുന്നിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഈ ബഹളത്തിന്റെ മുമ്പിൽ ആർക്കും വർത്താനം പറഞ്ഞാണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ നീചമായ ഒരു ഗോത്ര നിയമമാണ്. അടിമ സ്വതന്ത്രമായി കിടന്ന മനുഷ്യ സ്ത്രീകളെ പിടിച്ചെടുത്ത് സ്വന്തം അനുയായികൾക്ക് ലൈംഗിക ആവശ്യങ്ങൾക്ക് വീതിച്ചു കൊടുത്ത ഒരു പ്രവാചകന്റെ നന്മ. ഒരു ദിവസം ഒറ്റ ദിവസം 800 മനുഷ്യരുടെ തലയറത്ത ഒരു മനുഷ്യൻ, ഒരു ഗോത്ര മനുഷ്യൻ. എത്രയോ ദൂരെ കിടക്കുന്ന മനുഷ്യർക്ക് പോലും മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ ജീവഭയം ഉണ്ടാവുന്ന തരത്തിൽ അങ്ങേയറ്റത്തെ കുടിലതകൾ പ്രവർത്തിച്ച നീചനായ ഒരു ഗോത്ര നേതാവായിരുന്നു മുഹമ്മദ് നബി. അടിമത്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മതവും അദ്ദേഹത്തിന്റെ സാമ്രാജ്യവും വളർത്താനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് മുഹമ്മദ് ഉപയോഗിച്ചത്. ആ അർത്ഥത്തിൽ ഈ ലോകം കണ്ട മത
നേതാക്കൾ എന്നറിയപ്പെടുന്ന ആളുകളിൽ ഏറ്റവും സമീപകാലത്ത് ജീവിച്ച ഏറ്റവും കുടിലമായ മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങൾ നടപ്പിലാക്കിയ കേവലമായ ഒരു നേതാവ്, യുദ്ധവും കൊള്ളയും ജീവിതമാർഗമാക്കിയ ഒരു കേവലമായ ഗോത്ര മനുഷ്യനായിരുന്നു മുഹമ്മദ്. ആ മുഹമ്മദ് ഉണ്ടാക്കി വെച്ച മതനിയമമാണ് ഇസ്ലാം എന്ന പേരിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ ഇവിടെ ആളുകളെ അനുവദിക്കുന്നില്ല. ആ സംസാരിക്കുന്ന ആളുകളോട് ആശയപരമായിട്ട് അതിൽ എൻഗേജ് ചെയ്യാനുള്ള ആർജവം നിങ്ങൾക്ക് ആർക്കുമില്ല. എല്ലാ പണ്ഡിതന്മാരും മതത്തിന്റെ പേരിൽ സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയും അവിടെ മറയിൽ ഒളിഞ്ഞിരിക്കുകയും ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ ഫോണുകളിൽ നിന്ന് വിളിച്ചിട്ട് ഏകപക്ഷീയമായി റേഡിയോ തുറന്നു വെച്ചതുപോലെ സംസാരിക്കുകയും ചെയ്യാണ്. അപ്പൊ ഈ രീതിയിൽ സംസാരിക്കാൻ ഏതൊരു മനുഷ്യനും കഴിയും. ശബ്ദമുയർത്തി സംസാരിക്കാനും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഏകപക്ഷീയമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോമൻസ് നടത്തുന്ന നീചമായ ഭീരുവിന്റെ പ്രകടനം മാത്രമാണ് നിങ്ങൾ ഇത്ര നേരം ഇവിടെ നടത്തിയത്. അതുകൊണ്ടൊന്നും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ മതസമൂഹത്തിനകത്തുള്ള ചിന്തിക്കുന്ന മനുഷ്യരെ അകറ്റി നിർത്താൻ കഴിയില്ല. ഈ മതത്തെ നിങ്ങൾക്ക് വെളുപ്പിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾക്ക് വെളുപ്പിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ കിരാതമായ ഗോത്ര നിയമത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും പൂട്ടിയടിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ തരം ഈ പറയുന്ന ഈ കളികളൊക്കെ ഒഴിവാക്കി സാമാന്യമായ മാന്യമായ സംവാദത്തിലൂടെ മതത്തിന്റെ കുറവുകൾ പരിഗണിച്ച് അത് പരിഷ്കരിച്ച് മനുഷ്യരായി ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് കീഴടങ്ങുക എന്നതല്ലാതെ ആധുനിക സമൂഹത്തിന്റെ മൂല്യങ്ങൾക്ക്, ജനാധിപത്യത്തിന്, മതനിരപേക്ഷതയ്ക്ക് ഇതിന് കീഴടങ്ങുക എന്നതല്ലാതെ ഈ മതത്തിന്റെ മുമ്പിൽ ഒരു രക്ഷയുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഉസ്താദുമാരെന്ന് വേഷം കെട്ടുന്നവർ മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് വേഷം മാറി വിളിച്ച് ഫോണിന്റെ ഒരു ഭാഗത്ത് നിന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാൽ അത് എന്റെ ജയമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുന്നിലിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന തന്ത്രമാണ് നിങ്ങൾ പ്രയോഗിക്കുന്നതെങ്കിൽ അതേ തന്ത്രം ഇവിടെ പ്രയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ സംസാരിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുഹമ്മദ് ഒരു മതം ഒരാൾ മാറിയാൽ അയാളെ കൊന്നുകളയണം എന്ന് എഴുതിയ ഹദീസുകളുടെ നമ്പറുകൾ ഞാൻ പറഞ്ഞുതരാം. സുനൻ നസായി 40-64 മുഹമ്മദ് പറയുന്നതായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ആരെങ്കിലും ഒരാൾ അയാളുടെ മതം മാറിയാൽ അവനെ കൊന്നുകളയണം എന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. സുനൻ നസായി ബുലൂഗുൽ മറാമിൽ അതേ ഹദീസ് കൃത്യമായിട്ട് ആവർത്തിക്കുന്നത് കാണാം. അതുപോലെ തന്നെ പിന്നെയുമുണ്ട് സഹീഹ് സുനൻ ഇബ്നു മാജയിൽ 26-35 ഇതേ അവസ്ഥയിൽ ഏതെങ്കിലും ഒരാൾ അയാളുടെ മതം മാറിയാൽ അവനെ കൊന്നുകളയണം എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ സഹീഹ് ബുഖാരിയിൽ ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. മിഷ്കാത്തുൽ മസാബിഹില് 39-76 അതേ സാധനം പറയുന്നുണ്ട്. സുനൻ നസായി 40-65 ആരെങ്കിലും ഒരാൾ മതം മാറിയാൽ അവനെ കൊന്നുകളയണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ പറയുന്ന നിരവധിയായിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മതത്തിൽ നിന്ന് വിട്ടുപോകുന്നവരെ കൊല്ലണം എന്ന മതനിയമം ഇവിടുത്തെ ഇരു സമസ്തകളിലും പഠിപ്പിക്കുന്നത്. അതേ നിയമം തന്നെയാണ് ഇവിടുത്തെ എല്ലാ അംഗീകരിക്കപ്പെടുന്ന മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത്. അതിനവർ പറയുന്ന ന്യായം അത് മുസ്ലിം രാജ്യമാണെങ്കിൽ കൊന്നാ മതി എന്നാണ്. മുസ്ലിം രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്ലാമിലുള്ള നിയമം അതാണ് എന്നാണ്. ആ അർത്ഥത്തിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും ജീവിക്കാനുള്ള അവകാശത്തെയും പോലും നിഷേധിക്കുന്ന കിരാതമായ ഗോത്ര നിയമമാണ് ഇസ്ലാം. അത് നടപ്പിലാക്കിയ ഒരു ഗോത്ര നേതാവും ഒരു കൊള്ളത്തലവനും ഒരു യുദ്ധ നേതാവും മാത്രമായിരുന്നു മുഹമ്മദ് നബി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പല ആദർശങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള പല നടപടികളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇസ്ലാമിക ചരിത്രം നിഷ്പക്ഷമായി വായിച്ചാൽ മതി. ഇസ്ലാം മത വിമർശകർ പറയുന്ന വാദങ്ങൾക്ക് മറുപടിയില്ലാത്തവൻ ഫോണിന്റെ മറുതലക്ക് ബഹളമുണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ ഇനിയും പറയും. ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് ക്ലിപ്പ് ഇട്ടാൽ മതി. അപ്പൊ അതല്ല, അവിടെ വേറെ ഒരാളുടെ ഫോണിൽ നിന്ന് സംസാരിക്കുകയും എന്നിട്ട് അവരുടെ മുമ്പിൽ ഞാനിത് ലിയാഖത്തിനെ മലർത്തിയടിച്ചു എന്ന വീരസ്യം പറയാനുള്ള ഉളുപ്പില്ലാത്ത പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ച ഏതോ നട്ടലില്ലാത്ത മൊയ്ലിയാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഭവം. നിങ്ങളുടെ ആ തരം നീചമായ കളികളൊന്നും ഇവിടെ വില പോകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി ഇസ്ലാമിലെ മതനിയമം എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തെ അംഗീകരിച്ച മതമാണ്. മറ്റുള്ള ഗോത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ പിടിച്ചെടുത്തു കൊണ്ടുവന്ന് സ്വന്തം യോദ്ധാക്കൾക്ക് ലൈംഗിക ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പീഡനത്തിന് അനുവാദം കൊടുത്ത പ്രവാചകനാണ് മുഹമ്മദ് നബി. ആ പീഡനം അനുവദിച്ചു കൊടുക്കുക മാത്രമല്ല
അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിന് മറുപടിയായിട്ട് ഒരു അടിമ സ്ത്രീയെ സമ്മാനമായി സ്വീകരിച്ചു മുഹമ്മദ് നബി. തൗഹീദിന് പകരം അടിമയെ സമ്മാനം സ്വീകരിച്ച മുഹമ്മദിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മുഹമ്മദിന് ജീവിക്കാൻ വേണ്ടി മുഹമ്മദിന്റെ ധനസമ്പാദനത്തിനും അദ്ദേഹത്തിന്റെ ഗോത്ര നിർമ്മിതിക്കും അദ്ദേഹത്തിന്റെ ശാരീരിക ആസക്തികളുടെ പൂർത്തീകരണത്തിനും വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കി വെച്ച കേവലമായ ഗോത്ര നിയമമാണ് ഇസ്ലാം എന്ന കാര്യം ഏതൊരു സാമാന്യ ബുദ്ധിക്കും നിഷ്പക്ഷമായിട്ട് ചരിത്രങ്ങളും കഥകളും വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ ഇദ്ദേഹം പറയുന്നു സമസ്ത പറഞ്ഞാൽ ഇസ്ലാം അല്ലാന്ന്. സമസ്ത പറഞ്ഞാൽ ഇസ്ലാമാണെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവായിട്ട് ചോദിച്ചപ്പോ, ഉദാഹരണം പറഞ്ഞപ്പോ, അത് നമ്മളെ കുട്ടികളെ പോലും പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എവിടെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചതിനാണ് സമസ്തയുടെ പുസ്തകം ഉദ്ധരിച്ചത്. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞ സമസ്തയാണ് എന്ന നുണ പറഞ്ഞു. നുണ എന്ന് മാത്രമാണ്. ഞാൻ കേൾക്കുന്നില്ല, താങ്കൾ അവിടെ കിടന്ന് വേണം വെച്ചോ, അതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ ശബ്ദത്തിൽ പറഞ്ഞു തന്നെ ആളുകളെ കേൾപ്പിക്കും. ഇസ്ലാം എന്താണ് എന്ന് ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ വേവനാതി കൊണ്ടാണ് അടിമത്ത വിഷയം ചർച്ച ചെയ്യണ്ട. അത് ഞാൻ സമ്മതിച്ചു. എന്തിനാ വേറെന്തെങ്കിലും എടുത്തുണ്ടോന്ന് അറിയണമെന്നാ എന്റെ ചെങ്ങായ. വേറൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു കാര്യം, ഒരു കലത്തിലെ അരി ഉണ്ടോന്ന് അറിയാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു നോക്കിയാൽ മതി. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അതിന്റെ ദൈവികതയുടെ അംശമൊന്നുമില്ല എന്നതിന് അടിമക്കച്ചവടം ഉപജീവനമാക്കി മുഹമ്മദിന്റെ മതനിയമത്തില് അടിമത്തം എന്ന് പറയുന്ന ഒറ്റ നിയമം പരിശോധിച്ചാൽ മതി. അത് കേവലമായ മുഹമ്മദിന്റെ ചിന്തകളും മുഹമ്മദിന്റെ ജീവിതവും മുഹമ്മദിന്റെ വരുമാന മാർഗവും മാത്രമായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ, സ്ത്രീകളെ, കുഞ്ഞു കുട്ടികളെ പോലും ഉറങ്ങിക്കിടക്കുന്ന രക്ഷിതാവിനൊപ്പം കിടന്നുറങ്ങിയ കുട്ടികളെ രാവിലെയാക്കിയപ്പോഴത്തേക്ക് അടിമയായി വീതം വെച്ച മുഹമ്മദിന്റെ അനുയായിക്ക് ആശയപരമായി സംസാരിക്കാൻ ആർജവമില്ലാതെ ഫോണിന്റെ ഒരു തലക്കിൽ ബഹളം വെച്ചാൽ ജയിക്കും എന്ന ഈ പറയപ്പെടുന്ന ഈ ഒരു മൗഢ്യം, ആ മൗഢ്യം ഈ മനുഷ്യന്റെ തലയിൽ കുത്തിവെച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഇസ്ലാം. എന്നിട്ടാണ് ഭീഷണി. റെക്കോർഡ് ചെയ്യും, റെക്കോർഡ് ചെയ്യണം, ഇത് റെക്കോർഡ് ചെയ്യുകയും ഇത് നാളെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ന് സംസാരിക്കാൻ ആർജവം ഉണ്ടാകുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം നമ്പറിൽ നിന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി തുല്യമായ സമയത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ആർജവം ഉണ്ടാകുമ്പോൾ, അതിനുള്ള സങ്കേതം ഉണ്ടാകുമ്പോൾ, അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആത്മാഭിമാന ബോധം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് വ്യക്തി എന്ന അർത്ഥത്തിൽ കേവലമായ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ആത്മാഭിമാനം എന്നെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അന്ന് മാത്രം നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ മതി. അത് നിങ്ങൾ വോയിസ് നോട്ട് അയച്ചാൽ മതി എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബഹളം തുടരുക. ഇത്തരം നമ്പറുകൾ വഴി വരേണ്ടതില്ല എന്നാണ് എല്ലാവരോടും കൂടി ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്.